നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വാർത്ത വിശദമായി. കഴിഞ്ഞ 6 മാസമായി നീണ്ടുനിന്ന KTM ഹൈസ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. യാത്രയയപ്പ് സമ്മേളനം SCERT മുൻ റിസർച്ച് ഓഫീസർ MP നാരായണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV അമീർ അധ്യക്ഷനായി. യോഗത്തിൽ ഹെഡ്മാസ്റ്റർ AK മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. ALP സ്കൂൾ അധ്യാപിക ജയ, മേലാറ്റൂർ രാധാകൃഷ്ണൻ, TK ജ്യോതിലക്ഷ്മി, CP സുനന്ദ, വിരമിക്കുന്ന അധ്യാപകരായ രാജലക്ഷ്മി അമ്മ, രാജി ജോസ് എന്നിവരും സംസാരിച്ചു. പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാറ്റിനം ജൂബിലി ചെയർമാൻ M പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ C മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിൻ്റെ കവർ പേജ് പ്രകാശനം മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി നിർവഹിച്ചു. പ്ലാറ്റിനം ജൂബിലി സമ്മാന കൂപ്പൺ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ മാനേജർ ഡോക്ടർ KM ലതിക കൈമാറി. 7ാം ക്ലാസ് വിദ്യാർത്ഥിനി തന്മയുടെ സ്വപ്നവർണ്ണങ്ങൾ എന്ന കവിതയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ഡോക്ടർ PM ദിനേശൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP രാമനാഥൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മണ്ണാർക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുറുവണ്ണ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ബാലകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P വത്സലകുമാരി, കൗൺസിലർമാരായ അരുൺകുമാർ പാലക്കുശി, CP പുഷ്പാനന്ദ്, PTA പ്രസിഡന്റ് KV അമീർ എന്നിവരും സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളിലും അരങ്ങേറി. KTM സ്കൂൾ മണ്ണാർക്കാട്ടെ ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യമുള്ള ഒരു ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിൻ്റെ മാസങ്ങൾ നീണ്ടു നിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ ഈ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളൊരു പുതിയ ചരിത്രമാണ് രചിച്ചത്. ഈ സ്കൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ പ്രശസ്തരായ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും മണ്ണാർക്കാട്ടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, അവരൊക്കെ ഇന്ന് മുതിർന്നവരാണ്, വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകിയ ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ അതുവഴി നമ്മൾ അയവിറക്കുന്നത് ഒരു ദേശത്തിന്റെ കഥയാണ്. മണ്ണാർക്കാട് ദേശത്തിന്റെ ചരിത്രമാണ് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളിലൂടെ 75 വർഷം നീണ്ടു നിൽക്കുന്ന ഈ മണ്ണാർക്കാടിന്റെ വിവിധ തലമുറകളുടെ പ്രയാണ വീതിയിലൂടെയാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചത്. ഇവിടെ നടത്തിയ പരിപാടികളെ കുറിച്ചൊക്കെ പറയുകയില്ല. ഉദ്ഘാടന സമ്മേളനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പാലൈസും കോലൈസും, അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ സ്മരണയാണ്. നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ചില പ്രയോഗങ്ങൾ, എന്തിന് ചില ഗന്ധങ്ങൾ പോലും ഓരോ കാലഘട്ടങ്ങളെ ഓർമ്മപ്പെടും. നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകമായ സുഗന്ധവും മറ്റു നിലക്കുള്ള ഗന്ധങ്ങളും, പൂവിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചതായിരിക്കും. പിന്നൊരു ഘട്ടത്തിൽ അങ്ങനെ ഒരു വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പിന്നിട്ട് അങ്ങനെ ഒരു സ്മെല്ല്, ആ ഗന്ധമൊന്ന് വീശിയാൽ നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മളുടെ ഓർമ്മകൾ മറഞ്ഞുപോകും, ഓർമ്മകൾ അങ്ങോട്ട് യാത്ര ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു തിരിഞ്ഞു നടത്തം ഈ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് നടന്നു എന്നുള്ളതിൽ സംഘാടക സമിതിക്ക് ഏറെ അഭിമാനിക്കാം.
ഈ നാടിന്റെ ചരിത്രം ഒന്നുകൂടി റിവ്യൂ ചെയ്യാൻ ഈ പ്ലാറ്റിനം ജൂബിലിയിലൂടെ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. സ്കൂളുകൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടമാണ്. അതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഈ അങ്കണത്തിൽ വരുമ്പോൾ 75 കൊല്ലമായി സ്കൂളിൽ സ്വാഭാവികമായും ഒരു 85-90 വയസ്സുള്ള ആളുകളായിരിക്കും ഇതിന്റെ ആദ്യ ബാച്ചുകൾ. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോയ കുട്ടിക്കും ഇതൊരു പ്രിയപ്പെട്ട ഇടമാണ്. നമ്മുടെ വീട് പോലെ, നമ്മുടെ തറവാട് പോലെ എല്ലാവരുടെയും ഒരുപാട് നൊസ്റ്റാൾജിയുള്ള, ഗൃഹാതുരത്വമുള്ള സ്മരണകളാണ് ഒരു വിദ്യാലയത്തിന്റെ അങ്കണത്തിലുള്ളത്. എത്രയോ ഈ കലാലയത്തിന്റെ മക്കൾ, ഈ വിദ്യാലയത്തിന്റെ മക്കൾ ഇവിടെ നിന്ന് പഠിച്ച് കടന്ന് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നുപോയി. ഈ രാജ്യത്തും പുറം നാടുകളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവരും ജീവിതം അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാവരും വരുന്നത് ആ ഇടം അവർക്ക് വളരെ പ്രിയപ്പെട്ടതായതുകൊണ്ട്. അത് കോളേജുകളിലായാലും സ്കൂളിലായാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടിയും ആ സ്കൂളിന്റെ, ആ കോളേജിന്റെ സന്തതികൾ തിരികെ വരാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞങ്ങളൊക്കെ പഠിച്ച കോളേജിൽ അലുമിനി മീറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലത്തും ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം. ഗ്ലോബൽ അലുമിനി മീറ്റ് എന്നാണ് ഇപ്പോൾ പല കോളേജുകളിലും അങ്ങനെ പറയാറ്. എന്താണ് അങ്ങനെ ഗ്ലോബൽ എന്ന് പറയുന്നത്? ഇന്നത്തെ ഒരു സാമൂഹ്യ ജീവിതം അങ്ങനെയാണ്. കാരണം പലർക്കും ജോലി ഗൾഫ് നാടുകളിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ വിദേശത്തെവിടെയും ആകാം. അപ്പൊ അവരൊക്കെ അവിടെ നിന്ന് വളരെ മുൻകൂട്ടി തീരുമാനിച്ച ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ MES കോളേജിലും ഉണ്ടായി. കല്ലഡിയൻസ് എന്ന് പറഞ്ഞ് MES കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം നമ്മൾ കാണുകയാണ്. സ്കൂളുകളിലുമൊക്കെ നടക്കുന്നത്. ഇവിടെയും ഈ 75ാം വാർഷികത്തിന്റെ ഭാഗമായി അങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതൊരു പൊക്കിൽ കൂടി ബന്ധമാണ് അവനവന്റെ വിദ്യാലയവുമായി, പഠിച്ചിറങ്ങിയ സ്കൂളുമായി സമൂഹത്തിലുള്ളത്. അതെല്ലാം അയവിറക്കാൻ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ നേട്ടമാണ്.